രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിജീവിതയായ പെൺകുട്ടി നൽകിയ പരാതി അത് ഏറ്റെടുത്തുകൊണ്ട് ചില മാധ്യമങ്ങൾ അഴിച്ചുവിടുന്ന കൊടുങ്കാറ്റ് ഇത് രണ്ടും ഉപയോഗിച്ച് ശബരിമല സ്വർണ്ണ കവർച്ച കേസ് ഉണ്ടാക്കിയ മാരകമായ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ CPM-നും സംസ്ഥാന സർക്കാരിനും കഴിയുമോ? ഇതാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം ശ്രദ്ധയോടുകൂടി നോക്കുന്നത്. ഇതേപ്പറ്റി നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തതാ. അതായത് ഇനി UDF-നും കോൺഗ്രസിനും എതിരായിട്ട് LDF സർക്കാരും ഒക്കെ ഉപയോഗിക്കാൻ പോകുന്ന ആയുധങ്ങൾ പെണ്ണുകേസുകളായിരിക്കുമെന്ന് ചൂണ്ടിക്കാണിക്കുന്നതായിരുന്നു ആ വീഡിയോ. അതിന്റെ തുടക്കത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതായത് ഈ പെണ്ണുകേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ മെറിറ്റിലേക്ക് കടക്കുകയില്ല എന്നുള്ളത്. അത് നമ്മുടെ ഒരു രീതിയാണ്. ഈ വീഡിയോയുടെ കാര്യത്തിലും ഇത് തന്നെയാണ് നമ്മുടെ നയം. അതായത് പീഡനം, ഗർഭം, നിർബന്ധിച്ചുള്ള ഗർഭം കലക്കല്, ഈ വക വിഷയങ്ങളിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല. ഈ കേസിൽ ഇപ്പൊ ചില ട്വിസ്റ്റൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ അതിജീവിതയായ പെൺകുട്ടിയുടെ മാരിറ്റൽ സ്റ്റാറ്റസ് സംബന്ധിച്ച ചില കാര്യങ്ങൾ, അവര് നേരത്തെ വിവാഹിതയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് ഒരുപക്ഷെ ഈ കേസിൽ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് മാറിയേക്കാം. പക്ഷെ അതൊന്നും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. ഈ കേസ് ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ഈ കേസ് ഉയർത്തിവിടാവുന്ന സാധ്യതകൾ, അതൊക്കെ ഉപയോഗിച്ചിട്ട് തൽക്കാലത്തേക്കെങ്കിലും സർക്കാരിന്, LDF-ന് ഈ സ്വർണ്ണ കവർച്ചയുടെ മാരകമായ അനുഭവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ? അതാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇതുപോലൊരു ശബ്ദരേഖ വന്നതാണ്. ചില ചാനലുകൾ അത് സംപ്രേഷണം ചെയ്യുകയും വലിയ ചർച്ചാ വിഷയമായി മാറുകയും ചെയ്യും. പക്ഷെ അത് പെട്ടെന്ന് അങ്ങ് കെട്ടടങ്ങി പോവുകയാണ് ചെയ്തത്. കാരണം അതിജീവിതയായ പെൺകുട്ടി അതേപ്പറ്റി പരസ്യമായി പരാതി നൽകാനോ എന്തെങ്കിലും പറയാനോ തയ്യാറായിരുന്നില്ല. ആ കേസ് അന്ന് അന്വേഷിച്ച ചില വനിതാ പോലീസ് ഉദ്യോഗസ്ഥകൾ അവരെ ഈ പെൺകുട്ടിയെ കാണുകയും പരാതി നൽകണമെന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ ചെയ്താൽ വേണ്ട പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സംരക്ഷണം നൽകാമെന്ന് പറയുകയൊക്കെ ചെയ്തതാ. മാധ്യമപ്രവർത്തകരായ ചില പെൺകുട്ടികളും ഈ അതിജീവിതയെ സന്ദർശിച്ച് അല്ലെങ്കിൽ കണ്ട് പരാതി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. ചില മാധ്യമപ്രവർത്തകര്, തിരുവനന്തപുരത്തെ മാധ്യമപ്രവർത്തകർ അതിനുവേണ്ടി സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരുന്നു. പക്ഷേ അന്നൊന്നും അതിന് ആ പെൺകുട്ടി തയ്യാറായില്ല. അത് എന്തുകൊണ്ടാണ് അന്ന് നിശബ്ദത പാലിച്ചതെന്ന് നമുക്കറിഞ്ഞുകൂടാം. പക്ഷേ ഇപ്പോഴിതാ ശബരിമല സ്വർണ്ണ കവർച്ച കേസ്, അതായത് അയ്യപ്പ ഭഗവാന്റെ സ്വർണം അടിച്ചു മാറ്റിയ കേസ്, അതൊരു വലിയ കൊടുങ്കാറ്റായി സർക്കാരിനും പാർട്ടിക്കുമെതിരെ ആഞ്ഞടിച്ചു. അത് സമാനതകളില്ലാത്തൊരു പ്രതിസന്ധിയിലേക്കാണ് പാർട്ടിയെയും ഗവൺമെന്റിനെയും എത്തിച്ചത്. അത് സംഭവിച്ചതാവട്ടെ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ. പക്ഷെ പിന്നീട് പ്രചാരണം മുറുകി. ആ സന്ദർഭത്തിലും ഓരോ ദിവസവും പുതിയ വാർത്തകളുമായി സ്വർണ്ണ കവർച്ച കേസ് ജനങ്ങളുടെ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിലാണ് ഇതിനെയൊക്കെ മറികടക്കാൻ പറ്റുന്ന ഒരു വിഷയത്തിനു വേണ്ടി സംസ്ഥാന സർക്കാരും CPM-ഉം കാത്തിരുന്നത്. അപ്പോഴിതാ ഒരു ടെലിവിഷൻ ചാനലിൽ ഈ പെൺകുട്ടിയുടെ രണ്ടാമത്തെ ശബ്ദരേഖ സംപ്രേഷണം ചെയ്യപ്പെടുന്നു. ഇത് പെൺകുട്ടിയുടെ അറിവോടും സമ്മതത്തോടും കൂടിയാണോ എന്ന് വ്യക്തമല്ല. മറ്റതിന്റെ ബാക്കിയാ, പഴയതിന്റെ തുടർച്ചയാ. അതേ വിഷയങ്ങൾ തന്നെയാണ് സംസാരിക്കുന്നത്. പക്ഷേ അതിൽ നിന്ന് അല്പം വ്യത്യസ്തമായ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഈ ശബ്ദരേഖ പുറത്തു വന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അയാൾക്ക് പറയാനുള്ളത് പറയുമ്പോൾ തന്നെ മറ്റൊരു ചാനലിൽ ഒരു വാർത്ത വരുന്നു. അതിജീവിതയായ പെൺകുട്ടി മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി സമർപ്പിക്കാൻ തയ്യാറെടുക്കുന്നു എന്ന്. അതേ ദിവസം അതേ സമയം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് പുതിയ ശബ്ദരേഖ വരുന്നു. അതിനെ തുടർന്ന് പെൺകുട്ടി മുഖ്യമന്ത്രിയെ കണ്ട് പരാതി നൽകുന്നു. ഈ വക സംഭവ വികാസങ്ങളുടെയൊക്കെ പിന്നില് കൃത്യമായ ആസൂത്രണവും അതിന്റെ നടത്തിപ്പും ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ സ്പഷ്ടമായ കാര്യമാണ്. അതിൽ CPM ഉണ്ട്, സംസ്ഥാന സർക്കാരുണ്ട്, ചില ഉദ്യോഗസ്ഥരുണ്ട്, ചില മാധ്യമ പ്രവർത്തകരുണ്ട്. നാം നേരത്തെ പറഞ്ഞതുപോലെ ശബരിമല സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട് സർക്കാർ വല്ലാതെ പതറി നിന്ന ഒരു സാഹചര്യമായിരുന്നു. പതറി എന്ന് പറയുമ്പോൾ സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് അന്ന് പാർട്ടി നേരിട്ടുകൊണ്ടിരുന്നത്. പാർട്ടിയുടെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമടക്കം 2 മുൻ പ്രസിഡന്റുമാർ, ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റുമാർ അറസ്റ്റിലാവുകയാണ്. ചെറിയ കാര്യമാണോ? അറസ്റ്റിലായ പത്മകുമാർ ഇപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗം മാത്രമാണെങ്കിലും ദീർഘകാലമായിട്ട് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു. ഇപ്പോഴും സെക്രട്ടേറിയറ്റ് ഒരു സ്ഥാനം ഒഴിച്ചിട്ടിരിക്കുന്നത് അദ്ദേഹത്തിന് വേണ്ടിയാണെന്നാണ് പറയുന്നത്. വാസു അതുപോലെ തന്നെ CPM നേതൃത്വത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു. ഇവർ രണ്ടുപേരും അറസ്റ്റിലാവുകയാണ്. വല്ലാത്തൊരവസ്ഥയിലേക്കാണ്, പതനത്തിലേക്കാണ് പാർട്ടിയെ ഈ വക സംഭവ വികാസങ്ങൾ
കൊണ്ടെത്തിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ വ്യാഴാഴ്ചയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഈ പെൺകുട്ടി മുഖ്യമന്ത്രിയെ കണ്ട് പരാതി കൊടുത്ത ആ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. അന്ന് പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്ത ദിവസമായിരുന്നു. ഇന്നലത്തെ മൊഴിയെടുപ്പിൽ അദ്ദേഹം പറഞ്ഞത് തന്ത്രിക്കും പോറ്റിക്കും തമ്മില്, അതിന് മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും പോറ്റിക്കും തമ്മില് വലിയ ബന്ധം, അടുപ്പം, സൗഹൃദം ഉണ്ടെന്നാണ്. പോറ്റിക്ക് ഇവരുടെ മേൽ വലിയ സ്വാധീനം ഉണ്ടെന്നാണ്. അതാണ് പത്മകുമാറിന്റെ മൊഴി. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി നേരത്തെ ബാംഗ്ലൂരിലെ അയ്യപ്പ ക്ഷേത്രത്തിൽ പൂജാരിയായിരുന്നു. ആ ക്ഷേത്രത്തിലും തന്ത്രി കണ്ഠരര് രാജീവര് തന്നെയാണ് തന്ത്രി. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടുത്തെ പൂജാരിയും അവിടെയും തന്ത്രിസ്ഥാനം വഹിക്കുന്ന കണ്ഠരര് രാജീവരും തമ്മിൽ ബന്ധവും സൗഹൃദവും ഉണ്ടാവുന്ന വളരെ സ്വാഭാവികമാണ്. അതിനെ നമുക്ക് അത്ര സംശയത്തോടെ വീക്ഷിക്കാൻ പറ്റത്തില്ല. ശബരിമലയിൽ നടന്ന സംഭവവികാസങ്ങളിൽ തന്ത്രിക്ക് പങ്കുണ്ടോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇവർ തമ്മിലൊരു സൗഹൃദവും ബന്ധവും ഉണ്ടാകുന്നതിൽ അത്ഭുതപ്പെടാനില്ല. പക്ഷേ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ, തന്ത്രിയല്ല മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ, അദ്ദേഹവും പോറ്റിയും തമ്മിൽ എങ്ങനെയാണ് വലിയ ബന്ധം ഉണ്ടാവുന്നത്? പോറ്റിക്ക് എങ്ങനെയാണ് കടകംപള്ളിയിലെ വലിയ സ്വാധീനം ഉണ്ടാവുന്നത്? ഇത് പറഞ്ഞത് പത്മകുമാറാ, നമ്മൾ ആരുമല്ല. ആ മൊഴി പുറത്തു വന്ന ദിവസമാണ്. ഇന്നലെ കേരളത്തിലെ മിക്ക ടെലിവിഷൻ ചാനലുകളും വൈകുന്നേരത്തെ ചർച്ചയ്ക്കായിട്ട് തീരുമാനിച്ചിരുന്നത് ഈ വിഷയമാണ്. പത്മകുമാറിന്റെ മൊഴി, അതായത് തന്ത്രിക്കും മുൻ മന്ത്രിക്കും പോറ്റിയുമായി ബന്ധമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ. അതിനുവേണ്ടി പാനലിസ്റ്റുകളെ ക്ഷണിച്ചതാ, അവർ സമ്മതിച്ചതാ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൃത്യസമയത്ത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിലെ അതിജീവിതയായ പെൺകുട്ടി മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടതും പരാതി സമർപ്പിച്ചതും. അങ്ങനെ ചർച്ചാ വിഷയങ്ങൾ മാറുകയാണ്. വാർത്തകളുടെ പ്രയോറിറ്റി, മുൻഗണന മാറുകയാണ്. അതിനു പകരം രാഹുൽ മാങ്കൂട്ടത്തിലും അതിജീവിതയായ പെൺകുട്ടിയും പീഡനവും ഗർഭവും നിർബന്ധിച്ചുള്ള ഗർഭഛിദ്രവും ഒക്കെ പുതിയ വിഷയമായിട്ട് മാറുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിലെ 2 ചാനലുകൾ തമ്മിലുള്ള കിടമത്സരത്തിന്റെ ഭാഗമായി വന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയും പിന്നാക്കം പോയി. ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ അഥവാ നിയന്ത്രണത്തിൽ നടക്കുന്ന ശബരിമല സ്വർണ്ണക്കവർച്ച കേസ് കൈവിട്ടുപോയി എന്ന തോന്നലിൽ നിന്നാവണം അതിനെ മറികടക്കാൻ മറ്റൊരു വിഷയത്തിന് വേണ്ടി CPM അന്വേഷിച്ച് നടന്നത്. അപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകാൻ ഈ പെൺകുട്ടി തയ്യാറായത്. മുഖ്യമന്ത്രിക്ക് തന്നെ നേരിട്ട് പരാതി നൽകാൻ തയ്യാറായത്. അതവർ കാത്തിരുന്ന സമയമായിരുന്നു, കൃത്യമായ സമയമായിരുന്നു. അപ്പോൾ തന്നെ മുഖ്യമന്ത്രി പരാതി ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നു. ക്രൈംബ്രാഞ്ച് ഉടൻ ഉണർന്ന് പ്രവർത്തിക്കുന്നു. അത്ര സാധാരണമല്ല ഇത്തരത്തിലുള്ള തിടുക്കവും വേഗതയൊന്നും. പക്ഷെ പ്രതി രാഹുലായതുകൊണ്ട്, രാഹുലിനെ അറസ്റ്റ് ചെയ്താൽ പല സൗകര്യങ്ങളുള്ളതുകൊണ്ട് കോൺഗ്രസ്സുകാർക്കിട്ട് ഒരു തല്ലു കൊടുക്കാം, അതുപോലെ ഈ സ്വർണ്ണക്കവർച്ച കേസിൽ നിന്നൊന്ന് മുഖം മറച്ചു നിൽക്കാം. അങ്ങനെ പല പ്രയോജനങ്ങളും സർക്കാരിനുള്ളത് കൊണ്ട് ക്രൈംബ്രാഞ്ച് ഉണർന്ന് പ്രവർത്തിക്കുന്നു. രാത്രിയിൽ തന്നെ ആ പെൺകുട്ടിയുടെ വീട്ടിൽ പോയി അവരുടെ മൊഴിയെടുക്കുന്നു. വാസ്തവത്തിൽ കുറ്റകൃത്യം നടന്ന സ്ഥലം ഏത് സ്റ്റേഷന്റെ പരിധിയിലാണോ അവിടെയാണ് പരാതി കൊടുക്കേണ്ടത്. വാദി പരാതി കൊടുക്കേണ്ടത് അവിടെയാണ്, അല്ലാതെ മുഖ്യമന്ത്രിക്ക് നേരിട്ടല്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു പോലീസ് സ്റ്റേഷൻ അല്ലല്ലോ. അത് മാത്രമല്ല, ഇതുപോലെയുള്ള കേസുകളിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരായി നടക്കുന്ന അതിക്രമങ്ങൾ സംബന്ധിച്ച കേസാണെന്ന് വയ്ക്കുക. ഇതൊക്കെ മുഖ്യമന്ത്രി നേരിട്ട് സ്വീകരിക്കുന്ന ഒരു ഏർപ്പാടാണ് ഉള്ളതെങ്കിൽ മുഖ്യമന്ത്രിക്ക് മറ്റൊരു ജോലിക്കും സമയം കിട്ടണമെന്നില്ല. ഇത്തരത്തിലുള്ള സംഭവവികാസങ്ങൾ അതുപോലെ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. ഇതൊന്നും മുഖ്യമന്ത്രി നേരിട്ട് പരാതി സ്വീകരിക്കുന്ന ഏർപ്പാടുകളല്ല. ഇനി മുഖ്യമന്ത്രിക്ക് അത്തരത്തിലൊരു പരാതി കൊടുക്കുന്നതിലോ അത് സ്വീകരിക്കുന്നതിലോട്ട് തെറ്റുമില്ല. മുഖ്യമന്ത്രി പരാതി നേരിട്ട് വാങ്ങുമ്പോഴേ അതിനൊരു പ്രത്യേക ഗുമ്പ് കിട്ടുമല്ലോ, അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. അത് മാത്രമല്ല, ഇത് CPMന്റെയും ഗവൺമെന്റിന്റെ ഒരു നയം കൂടിയാവാം. PK ശശി, P ശശി, അതുപോലെ നടൻ മുകേഷ് ഇതിനായിട്ട് കേസുണ്ട്. ആ കേസ് നിലനിൽക്കുമ്പോൾ തന്നെയാണ് അദ്ദേഹം MLA ആയിട്ട് തുടരുന്നത്. ആർക്കും അതിന്റെ പേരിൽ വലിയ ഏനക്കേടൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോ ഈ വക ആളുകൾക്കെതിരായിട്ട് വന്ന കേസുകളിലെ ഇരകളോട് സംസ്ഥാന സർക്കാരും CPM എടുത്ത നടപടി പോലെ ആവാം ഈ ഒരു കേസിലും മുഖ്യമന്ത്രി നേരിട്ട് പരാതി സ്വീകരിച്ചത് എന്ന് നമുക്ക് കരുതാം. ഇതൊക്കെ കണ്ടപ്പോഴേ മുഖ്യമന്ത്രി പിണറായിയുടെ ഓഫീസിലേക്ക് മറ്റൊരാളെ വിളിച്ചു വരുത്തി പരാതി എഴുതി വാങ്ങിയ കഥ പെട്ടെന്ന് മനസ്സിലോർത്തുപോയി. സോളാർ കേസിലായിരുന്നു ഉമ്മൻചാണ്ടിക്കെതിരെ. ഓർമ്മയുണ്ടല്ലോ, ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് നട്ടാൽ കുരുക്കാത്ത പച്ച നുണകൾ പറഞ്ഞു നടന്ന് അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ, അദ്ദേഹത്തെ അപമാനിക്കാൻ ശ്രമിച്ച പാർട്ടി CPM. അദ്ദേഹത്തിനെതിരെ ഒരു അന്വേഷണ കമ്മീഷൻ ഉണ്ടായിരുന്നു. ആ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു നടപടികളും എടുക്കാൻ പറ്റുമായിരുന്നില്ല. യാതൊരു തെളിവുകളും ഉമ്മൻചാണ്ടിക്കെതിരായിട്ട്
കമ്മീഷൻ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താ പറഞ്ഞത്? നിയമസഭയിൽ അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തി. ഉമ്മൻചാണ്ടിക്കെതിരെ അഴിമതി കേസും ബലാത്സംഗ കേസും എടുക്കുമെന്ന്. പിന്നീട് ഒരു DGP, 2 ADGPമാര്, അങ്ങനെ 3 സംഘങ്ങൾ ഉമ്മൻചാണ്ടിക്കെതിരായിട്ടുള്ള ആക്ഷേപങ്ങൾ അന്വേഷിച്ചു. ഒരു മുൻ സുപ്രീം കോടതി ജഡ്ജിയോട് നിയമ ഉപദേശം ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഈ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആളിനെതിരായിട്ട് ഒരു നടപടിയും എടുക്കാൻ പറ്റത്തില്ല. DGPയും ADGPമാരും നടത്തിയ 3 അന്വേഷണങ്ങൾ, അതിലൊരു തുമ്പും കിട്ടിയില്ല, ഒരു തെളിവും കിട്ടിയില്ല. ഉമ്മൻചാണ്ടിക്കെതിരെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഈ അന്വേഷണങ്ങൾ നടക്കുമ്പോഴൊക്കെ ഇത് സംബന്ധിച്ച് FIR റദ്ദാക്കി കിട്ടാനോ അല്ലെങ്കിൽ മുൻകൂർ ജാമ്യത്തിനോ ഉമ്മൻചാണ്ടി ശ്രമിച്ചില്ല. പലരും ആവശ്യപ്പെട്ടതാണ്, മുൻകൂർ ജാമ്യമെങ്കിലും എടുക്കണം, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യും, ചിലപ്പോൾ കയ്യാമം വെച്ചുകൊണ്ട് പോയെന്ന് വരാം, അത് ഒഴിവാക്കണമെന്ന് പലരും പറഞ്ഞപ്പോഴും ഉമ്മൻചാണ്ടി പറഞ്ഞു, എനിക്ക് മുൻകൂർ ജാമ്യവും വേണ്ട, FIR ക്വാഷ് ചെയ്യുകയും വേണ്ട, സത്യം പുലരും, യാതൊരു സംശയവുമില്ല എന്ന്. അവസാനം എന്ത് ചെയ്തു? അന്വേഷണത്തിൽ ഒരു തെളിവും കിട്ടാതെ വന്നപ്പോൾ ആ കേസിലെ കുറ്റാരോപിതയായ സ്ത്രീയെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി. എന്നിട്ടൊരു പരാതി എഴുതി വാങ്ങി. എന്നിട്ട് CBIയുടെ അന്വേഷണത്തിന് വിട്ടു. CBI കൂലങ്കഷമായിട്ട് അന്വേഷിച്ചു, ഒരു തെളിവും കിട്ടിയില്ല. അവസാനം അവരത് തള്ളി, ആ കേസ് തള്ളി. CBI കോടതിയിൽ അവരറിയിച്ചു ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് യാതൊരു തെളിവുകളും ഇല്ല എന്ന്. അങ്ങനെ ചെയ്ത പാർട്ടിയാ. ആ പാർട്ടി ഇപ്പോൾ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഭരണ നേട്ടങ്ങളെ കുറിച്ചൊന്നും പറയാൻ ഇല്ലാതിരിക്കുമ്പോൾ ഇതുപോലെ കിട്ടിയൊരവസരം, ഒരു MLA എങ്കിൽ MLA, രാഹുൽ മാങ്കൂട്ടത്തിലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ, അയാളെ പിടിക്കാൻ പറ്റിയൊരവസരം, അങ്ങനെ കോൺഗ്രസിനെ മുഴുവൻ പ്രതിരോധത്തിലാക്കാൻ പറ്റിയൊരു അവസരം, അതവർ തള്ളിക്കളയും. അതാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി നേരിട്ട് വാങ്ങിയിരിക്കേണ്ട പരാതി ഇനി അന്വേഷണം നടക്കാൻ പോകുന്നു. കോൺഗ്രസ് പാർട്ടി ഇനി ഇക്കാര്യത്തിൽ എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. രാഹുലിനെതിരായിട്ട് ആദ്യത്തെ ശബ്ദരേഖ വന്നപ്പോൾ തന്നെ അവരെ കൃത്യമായ നടപടികൾ എടുത്തതാ. പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു, പാർലമെന്ററി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. ഇപ്പൊ വീണ്ടും ഒരു ശബ്ദരേഖ വന്നിരിക്കുന്നു, പരാതി കൊടുത്തിരിക്കുന്നു, അതിനുമേൽ അന്വേഷണം നടക്കുന്നു. ഒരുപക്ഷെ നാളെ അയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം. അപ്പോൾ കോൺഗ്രസ് എന്ത് ചെയ്യും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നലെ ചില ചാനലുകളൊക്കെ കോൺഗ്രസിന് ചില ഉപദേശങ്ങളൊക്കെ നൽകുന്നത് കേട്ടു. കാരണം കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് ഇതൊന്നും അറിവില്ലാത്തവരാണല്ലോ. അതുകൊണ്ട് ചാനലിലെ ചില ആളുകൾ ഉപദേശങ്ങൾ നൽകുകയാണ്, ഇന്ന രീതിയിലാണ് നിങ്ങൾ ഇനി ചെയ്യേണ്ടത് എന്ന്. അതൊക്കെ അവർ സ്വീകരിക്കുമോ എന്ന് അറിഞ്ഞുകൂടാ. അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഗർഭഛിദ്ര കേസ് സമം ശബരിമലയിലെ അയ്യപ്പ ഭഗവാന്റെ സ്വർണ്ണ കവർച്ച എന്ന കണക്കിലാണ് ഇപ്പൊ CPM കാര്യങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർക്ക് കൃത്യമായിട്ടൊരു പദ്ധതിയുണ്ട്. കുറെ ദിവസങ്ങളിൽ ഈ രാഹുലിനെതിരായിട്ടുള്ള കേസ്, അതിജീവിതയുടെ പരാതി, ചിലപ്പോൾ പുതിയ ശബ്ദരേഖകൾ, അത് പലതും പലരുടെയും ഉണ്ടാവും. അതൊക്കെ ഇനി പുറത്തു വന്നേക്കാം. CPM വളരെ കൃത്യമായിട്ടാണ് ഇതൊക്കെ ആസൂത്രണം ചെയ്യുന്നത്. ഇനി കുറെ ദിവസത്തേക്ക് ഈ അന്വേഷണത്തിന്റെ ബഹളമായിരിക്കും. ചിലപ്പോൾ അറസ്റ്റ് ഉണ്ടാവും. അറസ്റ്റ് ചിലപ്പോൾ 2-3 ദിവസം താമസിച്ചേക്കാം. അതിനു മുമ്പായിട്ട് ഒരു കളമൊരുങ്ങണമല്ലോ. ചിലപ്പോൾ ചില പുതിയ ശബ്ദരേഖകൾ വന്നേക്കാം. അത് ചിലപ്പോൾ പലരുടെയും കൈവശം ഉണ്ടായേക്കാം. അപ്പൊ അങ്ങനെ ഒരു വലിയ ബഹളം, അന്തിച്ചർച്ചകള്, അതൊക്കെ കഴിഞ്ഞിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് കയ്യാമം വെച്ച് ജയിലിലേക്ക് കൊണ്ടുപോവുക. അതായിരിക്കും CPMന്റെ ഗെയിം പ്ലാൻ എന്ന് പറയുന്നത്. കാരണം 9-ാം തീയതി വരെയെങ്കിലും ഇതൊന്ന് ചൂട് പിടിപ്പിച്ച് നിർത്തണം. 9-ാം തീയതിയാണ് ആദ്യഘട്ടം വോട്ടിംഗ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള. അതായിരിക്കും അവരുടെ ലക്ഷ്യം. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസും അയ്യപ്പന്റെ സ്വർണം കവർച്ച ചെയ്തത് ഒരുപോലെയാണെന്ന് കരുതാൻ മാത്രം, ചിന്തിക്കാൻ മാത്രം അത്ര പൊട്ടന്മാരാണോ കേരളത്തിലെ ജനങ്ങളെന്ന് CPM ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും.